നമുക്കിന്ന് രുചികരമായ പാൽ കേക്ക് ഉണ്ടാക്കാം. ഇത്രയും ജ്യൂസി ആയിട്ടുള്ള ഒരു പാൽ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അമൃതം പൊടിയിലാണ് പാൽ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പാൽ കേക്ക് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം ഒരു ബൗളെടുത്ത് 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയിലാണ് ഏലക്ക പൊടിച്ചത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന അമൃതം പൊടി നമുക്ക് കുറേശ്ശെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മൈദാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. നമുക്ക് അതിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10ന്റെ അമൂല്യയുടെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് പരത്തുക. കുറച്ച് കട്ടിയായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ടൊരു കത്തി കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മളിവിടെ ചതുരത്തിലാണ് ആദ്യം മുറിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പിൽ മുറിക്കാം. നമുക്ക് വേറെ ഷേപ്പ് കട്ട് ചെയ്യാൻ ഞാനിവിടെ ഹാർട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഹാർട്ട് ഷേപ്പ് കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വയ്ക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ട് നമുക്ക് കോരിയെടുത്ത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1 മണിക്കൂറോളം ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിരിക്കുക. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. നല്ല ജ്യൂസിയും സ്വാദിഷ്ടവുമായ പാൽ കേക്ക് തയ്യാറായി. കുട്ടികൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത്